കോൺഗ്രസിന്റെ മുൻ ദേശീയ അധ്യക്ഷൻ, അതായത് AICC അധ്യക്ഷൻ ചേറ്റൂർ ശങ്കരൻ നായരെ വേണമെന്നും പറഞ്ഞ് കരയുകയാണ് BJP നേതൃത്വം. അതായത് ഈ രാജ്യസ്നേഹത്തെക്കുറിച്ച് ഇങ്ങനെ വാതോരാതെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന BJPക്ക് പക്ഷേ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ഒരാളും ഒപ്പമില്ല എന്നുള്ളതിൽ വലിയ ജാള്യതയാണ് ഉള്ളത്. ബാക്കിയെല്ലാം ഭരണത്തിൻ്റെ ഹൂങ്ക് കൊണ്ട് വെട്ടിപ്പിടിച്ചുവെങ്കിലും ഈ സ്വാതന്ത്ര്യ സമര സേനാനികളെ മാത്രം അവർക്ക് കിട്ടിയില്ല. കാരണം അതിൽ പങ്കെടുത്തിട്ടില്ല. അവരെല്ലാം കോൺഗ്രസിലാണ് ഉള്ളതും ഉണ്ടായിട്ടുള്ളതും. അതിപ്പോൾ വെട്ടിപ്പിടിക്കാനുള്ളൊരു ശ്രമത്തിലാണ് BJP. പക്ഷേ നാട്ടുകാർക്ക് സംഭവം പിടികിട്ടി. മതേതരത്വം സ്വപ്നം കണ്ട ഗാന്ധിജിയുടെ തലമുറകളായ കോൺഗ്രസ്സുകാർ അല്ലാതെ വേറെ പാർട്ടിക്കാർ ആ സമരത്തിൽ തന്നെ കുറവാണ് ഉണ്ടായത്. ആ സമയത്ത് BJP ഉണ്ടായിട്ടേയില്ല. പക്ഷെ അന്ന് ഉണ്ടായിരുന്ന RSS ആണെങ്കിൽ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുമില്ല എന്ന് മാത്രമല്ല, അവർ എന്താണ് ചെയ്തതെന്ന് നമ്മൾ ഒരുപാട് പഠിച്ചതും കേട്ടതുമാണ്. അതുകൊണ്ട് കോൺഗ്രസ് നേതാവെങ്കിൽ കോൺഗ്രസ് നേതാവ് ഒരു സ്വാതന്ത്ര്യ സമര പഠനെ എത്രയും പെട്ടെന്ന് സംഘടിപ്പിക്കണമെന്നാണ് BJP നേതൃത്വത്തിൻ്റെ നിർദ്ദേശം തന്നെ. അതാണ് മോദി തന്നെ മുൻകൈയെടുത്ത് സുരേഷ് ഗോപിയെ മുന്നിൽ നിർത്തി ചേറ്റൂർ ശങ്കരൻ നായർ എന്ന AICCയുടെ മുൻ അധ്യക്ഷനെ പൊക്കാൻ തീരുമാനമെടുത്തിരിക്കുന്നത്. സുരേഷ് ഗോപി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോവുകയും ചെയ്തത് നമ്മൾ കണ്ടു. അതുപ്രകാരം വലിയ പരിപാടികൾ സംഘടിപ്പിച്ച് ശങ്കരൻ നായരെ ആവാഹിച്ചെടുക്കാനാണ് BJPയുടെ പദ്ധതി. അല്പമെങ്കിലും നാണവും മാനവും ഉള്ളവർ ചെയ്യുന്ന പണിയല്ല ഇത് എന്ന് നമുക്കറിയാം. മറ്റൊരു പാർട്ടിയുടെ നേതാവ്, അതും ഈ രാജ്യത്തെ ഏറ്റവും വലിയ പദവിയിലിരുന്ന ഒരു അഖിലേന്ത്യാ അധ്യക്ഷനെ ആരാധിക്കാൻ BJP തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം കോൺഗ്രസിനെ തന്നെ ആദരിക്കുന്നു എന്നുള്ളതാണ്, സംശയമില്ല. അതുപ്രകാരം ചേറ്റൂർ ശങ്കരൻ നായരുടെ ജന്മദിനത്തിൽ അനുസ്മരണ പരിപാടികളുമായി BJP കോൺഗ്രസിൻ്റെ വഴിയിൽ തന്നെ വരികയാണ്. വർഷങ്ങളായി നടക്കാറുള്ളതുപോലെ അന്ന് രാവിലെ 9:30 പാലക്കാട് DCCയിൽ കോൺഗ്രസ് അനുസ്മരണ യോഗം നടത്തുന്നു. അത് കഴിഞ്ഞ് ഉടൻ ഒരു എളുപ്പമില്ലാതെ രാവിലെ 10:30 പാലക്കാട് കോട്ടമൈതാനം മഞ്ജുവിളക്ക് ജംഗ്ഷനിൽ BJP മുൻ കോൺഗ്രസ് അധ്യക്ഷൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രാർത്ഥനാ ചടങ്ങ് നടത്തുകയാണ്. കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ തന്നെ മലയാളിയായ ഏക ദേശീയ അധ്യക്ഷനാണ് ചേറ്റൂർ ശങ്കരൻ നായർ. കോൺഗ്രസ് ഒരു മനുഷ്യന് നൽകേണ്ടുന്ന എല്ലാ ആദരവും നൽകി അനുസ്മരണം നടത്തുമ്പോൾ വിലക്കെടുക്കാൻ വന്നിരിക്കുകയാണ് അവിടെ BJP. നമുക്കറിയാം, ഗുജറാത്തിലെ കോൺഗ്രസിൻ്റെ നേതാവ്, ഈ രാജ്യത്തെ തന്നെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്ന കോൺഗ്രസിൻ്റെ മുൻ അധ്യക്ഷൻ കൂടിയായ സർദാർ വല്ലഭായ് പട്ടേലിനെ BJP ആക്കാൻ നോക്കിയത് നമ്മൾ ഒരുപാട് കണ്ടു. അതിൻ്റെ ഭാഗമായി നർമ്മദാ തീരത്ത് രാജ്യത്ത് ഏറ്റവും വലിയ പ്രതിമ സ്ഥാപിച്ചു, സ്റ്റാച്യു ഓഫ് യൂണിറ്റി. അപ്പോഴും RSS യഥാർത്ഥ വിഡ്ഢി രാഷ്ട്രീയക്കാർ തന്നെയെന്ന് എല്ലാം തെളിയിച്ചു. മനഃപൂർവ്വം അവർ എല്ലാം മറക്കുകയാണ്. സർദാർ വല്ലഭായ് പട്ടേലാണ് RSSനെ ആദ്യമായി അദ്ദേഹം ആഭ്യന്തരമന്ത്രിയാകുമ്പോൾ നിരോധിച്ചത്. അങ്ങനെ RSSനെ നിരോധിച്ച ഒരു കോൺഗ്രസ് നേതാവിനെ ആദരിക്കാൻ അവർക്ക് മനസ്സ് വന്നിട്ടുണ്ടെങ്കിൽ ആ ശക്തിയെ അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അപ്പോഴാണ് ആ നേതാവിനെ തന്നെ BJP ഇങ്ങനെ ആരാധിച്ചു തുടങ്ങിയിരിക്കുന്നത്. ആരാധിച്ചു. ഏതായാലും മുൻ കോൺഗ്രസ് അധ്യക്ഷന്മാർ അന്തരിച്ചു പോയെങ്കിലും അവരെ ആരാധിച്ചു തുടങ്ങിയത് BJPയുടെ ഒരു മനസ്സുമാറ്റം തന്നെയാണ്. അല്ലെങ്കിൽ അതിനെ BJPയുടെ ഗതികേട് എന്ന് വേണമെങ്കിലും പറയാം. ഏതായാലും പുതിയ ആളെ കണ്ടെത്തി വരുന്ന BJPക്കാർക്ക് പാലക്കാട് MP VK ശ്രീകണ്ഠൻ എല്ലാം നന്നായി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നമുക്ക് MP-യുടെ ആ വാക്കുകൾ കേട്ടു നോക്കാം. നവഭാരത ശില്പിയായ ജവഹർലാൽ നെഹ്റുവും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ ലാൽ ബഹദൂർ ശാസ്ത്രിയും ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന സർദാർ പട്ടേലും എല്ലാം മഹാത്മാക്കളാണ് എന്ന് തിരിച്ചറിയുന്നത് നല്ല കാര്യമാണ്. പക്ഷെ ഒരു കാര്യം, സർദാർ പട്ടേലിന് വേണ്ടിയിട്ട് ആയിരക്കണക്കിന് കോടി രൂപ ചെലവഴിച്ച് അവിടെ വലിയ പ്രതിമ നിർമ്മിക്കുമ്പോൾ BJPക്കാർ അറിഞ്ഞിട്ടില്ല. BJP ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യണ RSSകാർ അതിന് അനുകൂലമല്ല എന്നുള്ളത്. കാരണം ഇന്ത്യയിൽ അക്രമവും സമാധാന തകർച്ചയും വർഗീയവാദവും വിഘടനവാദവും നടത്തുന്ന ഒരു സംഘടനയാണ് RSS എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആദ്യത്തെ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയായ സർദാർ പട്ടേൽ RSSനെ നിരോധിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ചരിത്രങ്ങളെ അറിയാതെയാണ്, ചരിത്രങ്ങളെ വികലമാക്കാൻ വേണ്ടി നടക്കുന്നു. ഒരു കാര്യം, നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി വർഷം 10.
അദ്ദേഹത്തിന് ഇപ്പോഴാണ് ബോധോദയം ഉണ്ടായത് ചേറ്റൂർ ശങ്കരനായരെ കുറിച്ച്. അതിനൊരു സിനിമ വേണ്ടി വന്നു. നരേന്ദ്രമോദിയുടെ പ്രസംഗം കേൾക്കേണ്ടി വന്നു സുരേഷ് ഗോപിക്ക്, കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപിക്ക് ഈ തറവാടും വീടും ഒക്കെ അറിയാൻ. അപ്പോൾ കേരളത്തിലെ സ്വാതന്ത്ര്യ സമര സേനാനികൾ ആരാണ് എന്താണെന്നൊക്കെ ഗവേഷണം ചെയ്ത് നടക്കുകയാണ് BJP. നല്ല കാര്യമാണ്. അവർ തെറ്റ് തിരുത്തുന്നതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ദേശീയ നേതാക്കന്മാരെ തിരിച്ചറിയുന്നതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അവരെ അനുസ്മരിക്കുന്നതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. പിന്നെ അവർ ആക്ഷേപിക്കുകയാണ് കോൺഗ്രസ് മറന്നു, രാജ്യം മറന്നു. രാജ്യം 10 വർഷമായിട്ട് ഭരിക്കുന്നവർ മറന്നതിന് ഞങ്ങളാണ് ഉത്തരവാദി. ഇവിടെ മങ്കര റെയിൽവേ സ്റ്റേഷൻ നിങ്ങൾക്കറിയാം, അദ്ദേഹം ഇന്ത്യൻ ബ്രിട്ടീഷ് കൗൺസിലിൽ അംഗമായിരുന്നു, മലയാളിയായിരുന്നു. അദ്ദേഹം വന്ന് ഇറങ്ങുന്നതിന് ട്രെയിൻ പ്രത്യേകമായിട്ട് സോൺ, അതിന് വേണ്ടിയിട്ട് പ്രത്യേക കോച്ച് അനുവദിച്ചിരുന്നു. ചരിത്രമെടുത്ത് പരിശോധിച്ച BJPക്കാർക്ക് അറിയാം. അദ്ദേഹത്തിൻ്റെ കുടുംബ വീട്ടിലേക്ക് വരാൻ ഇവിടെ മങ്കര റെയിൽവേ സ്റ്റേഷൻ സ്ഥാപിച്ച് മങ്കര റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ നിർത്തിയ ചരിത്രമാണ് മുൻകാലങ്ങളിലെങ്കിൽ ഈ ദേശീയ നേതാവിനെ, ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയെ തമസ്കരിക്കുന്നതിൻ്റെ, ഒരുപാട് സ്വാതന്ത്ര്യ സമര സേനാനികളെ തമസ്കരിക്കാൻ വേണ്ടിയുള്ള തീരുമാനമാണ് BJPയുടെ. അതിൻ്റെ ഭാഗമായി കഴിഞ്ഞ 2 വർഷം മുമ്പാണ് മങ്കര റെയിൽവേ സ്റ്റേഷൻ പൂട്ടിയത്. അപ്പോൾ ഇതിനു മുമ്പ് പൂട്ടാൻ തീരുമാനിച്ചപ്പോൾ ഗവൺമെന്റ് വേറെയായിരുന്നു. ശക്തമായിട്ട് ഇടപെട്ടു. ആ പൂട്ടാനുള്ള താൽക്കാലികമായിട്ട് നിർത്തിവെക്കാനുള്ള തീരുമാനം അത് നമുക്ക് നിർത്തിവെക്കാൻ കഴിഞ്ഞു, പൂട്ടൽ നിർത്തിവെക്കാൻ കഴിഞ്ഞു. പക്ഷേ ആരോരും അറിയാതെ ഒരു സുപ്രഭാതത്തിൽ വീണ്ടും മങ്കര റെയിൽവേ സ്റ്റേഷൻ പൂട്ടി. ഒരു ദേശീയ സ്മാരകത്തിനേക്കാളും അദ്ദേഹത്തിൻ്റെ നാടും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും ഉള്ള ഈ മങ്കര പ്രദേശത്തിനോട് എന്തെങ്കിലും നീതി, അല്ലെങ്കിൽ ചേറ്റൂർ ശങ്കരനായരോട് എന്തെങ്കിലും നീതി പുലർത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ BJP ഗവൺമെന്റ്, റെയിൽവേ മന്ത്രാലയം അടിയന്തരമായിട്ട് മങ്കര റെയിൽവേ സ്റ്റേഷൻ തുറക്കാനും തുടർന്ന് ജനങ്ങൾക്ക് യാത്ര ചെയ്യാനുള്ള സൗകര്യം ഏർപ്പെടുത്താനും തയ്യാറാകണമെന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. ഞാൻ പിറ്റേ ദിവസം തന്നെ, പൂട്ടിയതിൻ്റെ പിറ്റേ ദിവസം തന്നെ റെയിൽവേ മന്ത്രിയെ നേരിട്ട് നിവേദനം നൽകിയതാണ്. ഇന്ന് വരെ ഒരു മറുപടി നൽകിയിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചരിത്ര സ്മരണകൾ അയവിറക്കുന്ന മങ്കരയിലെ റെയിൽവേ സ്റ്റേഷൻ തുറന്നെങ്കിലും അദ്ദേഹത്തിനോടൊരു നീതി കാണിക്കാൻ ഈ പ്രവൃത്തിയിൽ എന്തെങ്കിലും ആത്മാർത്ഥത ഉണ്ടെങ്കിൽ BJPയുടെ നേതൃത്വം തയ്യാറാകണം. ഇവിടെ വന്ന PK കൃഷ്ണദാസ് റെയിൽവേ കൺസൾട്ടേറ്റീവ് കമ്മിറ്റി ചെയർമാനായിരിക്കുമ്പോഴാണ് ഈ മങ്കര റെയിൽവേ സ്റ്റേഷൻ പൂട്ടിയത് എന്നുള്ളത് നിർഭാഗ്യകരമായ സംഗതിയാണ്. അപ്പോൾ ഇവിടെ നിന്ന് പ്രസംഗിക്കാൻ കൊള്ളാം, പ്രവർത്തനമാണ് സുതാര്യമാകേണ്ടത്. അപ്പോൾ ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമര സേനാനികളെ അപകീർത്തിപ്പെടുത്തിയ ചരിത്രമുള്ള BJP, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റിക്കൊടുത്ത ചരിത്ര പാരമ്പര്യമുള്ള RSS അന്ന് സ്വാതന്ത്ര്യ സമര സേനാനികളെ ഒറ്റിക്കൊടുത്ത ആളുകളാണ്. അവർക്ക് ആ സ്വാതന്ത്ര്യ സമര സേനാനികളെ എല്ലാ നിലയ്ക്കും ഒറ്റപ്പെടുത്തിയ ആളുകളാണ്. RSSന്റെ സ്ഥാപക നേതാക്കന്മാർ പറഞ്ഞത് എന്താണെന്നറിയോ? അന്ന് ഈ സ്വാതന്ത്ര്യ സമരത്തിന് പോയി പോരാട്ടം നടത്തി ഉള്ള ആരോഗ്യം കളയണ്ട, ഈ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം നമ്മുടെ രാജ്യത്ത് വലിയൊരു പോരാട്ടം വരും, അത് ഹിന്ദു രാജ്യത്തിന് വേണ്ടിയാണ്, അപ്പോൾ ചെലവഴിക്കാം നിങ്ങളുടെ ആരോഗ്യം, അതുകൊണ്ട് ഇപ്പോൾ അതിന് പോകണ്ട എന്ന് ഉപദേശിച്ച RSS നേതാക്കന്മാരുടെ പിന്തലമുറക്കാരാണ് ഇപ്പോഴത്തെ BJPക്കാർ, പ്രത്യേകിച്ച് നരേന്ദ്രമോദിയും അമിത്ഷായും അടങ്ങുന്ന RSSന്റെ സംഘപരിവാറിന്റെ സംഘം. അപ്പോൾ കോൺഗ്രസിന്റെ നേതാക്കന്മാരെ നിങ്ങൾ ദേശീയത പഠിപ്പിക്കേണ്ട, രാജ്യസ്നേഹം പഠിപ്പിക്കേണ്ട. ഞങ്ങൾ ഒരുപാട് രാജ്യസ്നേഹികളെ, മഹാത്മാഗാന്ധി ഉൾപ്പെടെയുള്ള നിരവധി രക്തസാക്ഷികളെ ബലി കൊടുക്കേണ്ടി വന്നിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. മണ്ണിന്റെ മനസ്സും ജനങ്ങളുടെ മനസ്സും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോടൊപ്പമാണ്. രാഷ്ട്രീയമായിട്ട് ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പിൽ തോൽവി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ കോൺഗ്രസ് മുക്ത ഭാരതം അങ്ങനെ സ്വപ്നം കണ്ട്, ഗാന്ധി മുക്ത ഭാരതം അങ്ങനെ സ്വപ്നം കണ്ട് ഇവിടെ തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതിനെ ഇന്നാട്ടിലെ ജനങ്ങൾ തിരിച്ചറിയും. ചേറ്റൂർ ശങ്കരൻ നായർ ജനിച്ചത് മുതൽ, പ്രവർത്തന കാലഘട്ടം മുതൽ അദ്ദേഹം ഒരു ദേശീയവാദിയായിരുന്നു, ഒരു മതേതരവാദിയായിരുന്നു. അങ്ങനെ ഒരു ദേശീയവാദിയും മതേതരവാദിയും ഏറ്റെടുക്കാനുള്ള ത്രാണിയും കെൽപ്പും ആത്മാർത്ഥതയും ആർക്കില്ല? BJPക്കാർക്കില്ല, സംഘപരിവാറിനില്ല. അതുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മഹത്തായ പാതയിലൂടെ സഞ്ചരിച്ച ചേറ്റൂർ ശങ്കരൻ നായർക്ക് വേണ്ടി ഞങ്ങളെല്ലാവരും ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നുണ്ട്. ആ വഴിയെ BJP വന്നതിനെ സ്വാഗതം.